നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഇറാനി ബിരിയാണിയാണ്. ഈ ബിരിയാണിയിലേക്ക് ആവശ്യമുള്ളത് ഒരുപാട് പച്ചക്കറികളാണ്, പിന്നെ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇത് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളാദ്യം നെയ്യിൽ സവാള വഴറ്റി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴന്ന് വരുമ്പം വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പും ക്യാരറ്റ് ചേർത്ത് വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. റൈസിലേക്ക് വേണ്ട പച്ചക്കറി എന്തൊക്കെയാണെന്ന് നോക്കാം. അത് കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കുക. ബിരിയാണിയിലേക്ക് പൊരിച്ചിടാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറികളാണിത്. ഇത് കോവയ്ക്കുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ, തക്കാളി, കോളിഫ്ലവർ, സവാള, പിന്നെ കറിവേപ്പില, പച്ചമുളക്. അതിൻ്റെ കൂടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചിക്കൻ ഉണ്ട്. ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് പൊരിച്ചിടണം. ഈ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള പച്ചക്കറികളും ചിക്കനും എല്ലാം കൂടെ മിക്സാക്കിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് റൈസിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ മാറ്റി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത പച്ചക്കറികളും ചിക്കനും റൈസിൻ്റെ മുകളിൽ ഇതുപോലെ ഗാർണിഷ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് വേവിക്കാം. അതിന് ശേഷം നമുക്ക് വിളമ്പി യൂസ് ചെയ്യാം. അപ്പം നമ്മളെ ഇറാനി ബിരിയാണി റെഡിയായി. ഉണ്ടാക്കിയ ചിക്കൻ ഇതിനേക്കാളും വെച്ച് ചെറുതാക്കിയാണ് ഉണ്ടാക്കിയത്. കുറച്ച് പപ്പടം, പിന്നെ ബീഫും കൂട്ടി ചിക്കനും കൂട്ടി ഇനിയാണ് പപ്പടം പൊട്ടിക്കാൻ. ബിരിയാണി ആണെങ്കിൽ കുറേ മസാല, മസാലയാണ്. ഹംസാണെങ്കിൽ കുറേ മസാലയാണ്. തിന്നിട്ടില്ലല്ലോ.